റിങ് ചെയ്യും, എടുക്കൂല. ഈ ഗേറ്റ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കുന്ന പരിപാടി ഇല്ലല്ലോ. എല്ലാവരുടെ അവസ്ഥ അത് തന്നെ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാന്ന് വെച്ചാ ഫോൺ എടുക്കൂല. ആരെയാ വിളിക്കുന്നേ? സിദ്ധോളിയനെയാണോ? ഓ, നിന്റെ അളിയനെ തന്നെ. പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? നിന്റെ അളിയനെ വരെ വരെ ഇപ്പൊ കേശിച്ചേണ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് പോ. സ്വന്തം ഭർത്താവ് എവിടെങ്കിലും പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും എന്റെ അഞ്ചത്തോട്ട് കൊള്ളാം നന്നായിരിക്കും. പിന്നെ അല്ലാണ്ട് എടാ, നീയല്ലേ സിദ്ധുവിനെ ജംഗ്ഷനിൽ കൊണ്ട് ശീലിപ്പിച്ചത്? അവിടെ കൊണ്ടിട്ട് ആശാത്ത കുറെ ആൾക്കാരെ കമ്പനി ആക്കി കൊടുക്കും. ഇപ്പൊ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരണം എന്നൊന്നും ചിന്തയൊന്നും ഇല്ല അവന്. അങ്ങനെ കുറച്ച് ഫ്രീഡം കിട്ടിക്കോട്ടെ വിചാരിച്ചാണ് അവിടെ കൊണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തത്. സ്ഥലത്തോടൊക്കെ ഒന്നും തന്നാണ്ടല്ലോ. ഞാൻ നോക്കി, ഞാൻ അങ്ങോട്ടല്ലേ ഇറങ്ങിയാ പോകും ഞാൻ. നീ എവിടെ പോവാ? നീ ഇവിടത്തെ ലൂപ്പിൽ തന്നെയാ. പറച്ചില് മാത്രമേ ഉള്ളൂ പോകുന്നൊക്കെ. സാധനങ്ങളൊക്കെ തീർന്നു. സാധനങ്ങൾ ലിസ്റ്റ് എഴുതണ്ടായോ? ലിസ്റ്റ് അമ്മൂമ്മ എഴുതിക്കോ, ഞാൻ തന്നെ എഴുതണമെന്നുണ്ടോ? അത് ഞാൻ എഴുതിയാൽ ശരിയാവത്തില്ല, നീ എഴുതിയാലേ ശരിയാവത്തുള്ളൂ. അതെ, ആ ലിസ്റ്റ് എഴുതിയാലും ശരി തന്നെ. ഒരു 5-6 സോപ്പ് മേടിക്കണേ. നീ ഇപ്പൊ സോപ്പ് നിന്ന് തുടങ്ങിയോ? അത് തിന്നാൻ പറ്റുമായിരുന്നെങ്കിൽ അവനതൊന്നും തിന്നേനെ. അമ്മൂമ്മേ, ബട്ടർ വേണം, ജാമ് വേണം, പിന്നെ നൂഡിൽസ് വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേണം കേട്ടോ. കഴിഞ്ഞോ ലിസ്റ്റ്? അല്ല, ഐസ്ക്രീം അതും വേണം. അത് മെസ്റ്റാ. മെസ്റ്റോ? മസ്റ്റ്. ആര് പറഞ്ഞ? ചേച്ചി അന്വേഷിച്ചോണ്ടിരുന്ന ആളല്ലേ? മഞ്ഞ വരവ് നോക്കിക്കേ. നീ വിളിച്ചിരുന്നാ? നീ വിളിച്ചപ്പോഴേ ഞാൻ ഇവിടെ എത്തിയായിരുന്നു. അതാ ഫോൺ എടുക്കാൻ. എന്താ വിളിച്ചേ? ജംഗ്ഷനിൽ പോയതായിരുന്നോ? ആരെ കാണാൻ പോയതാ? അല്ല, എന്തിനു പോയതാ? ആരെയൊക്കെ കണ്ടു? അവിടുന്ന് ചായ കുടിച്ചോ? അതോ അതുവഴി വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയോ? എത്ര ചോദ്യങ്ങളാ ചേച്ചി ചോദിക്കുന്നേ? അതിനൊക്കെ സിദ്ധോളിയൻ എങ്ങനെ ആൻസർ തരും? ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ബാസ്യങ്ങളെ കണ്ട്. അപ്പൊ ബാസ്യങ്ങൾക്ക് ഒരേ നിർബന്ധം, ഞാൻ ബാസ്യങ്ങളുടെ കൂടെ ഇരുന്നൊരു ചായ കുടിക്കണോ. പിന്നെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൂടെ ഇരുന്നൊരു ചായ കുടിച്ചു. അവൻ കാശ് വല്ലതും ചോദിച്ചോ? കാശൊന്നും ചോദിച്ചില്ല, പക്ഷെ ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ചോദിക്കും. ഈ ഫോൺ വിളിച്ചെടുക്കാൻ അറിയാൻ പാടില്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ലേ വിളിച്ചോണ്ടിരിക്കണത്? കുഴപ്പമില്ലെന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. അത് ജംഗ്ഷനിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചോണ്ടിരുന്നത്. ലച്ചു, കുഴപ്പത്തേക്ക് പോകുന്ന വഴിക്കാണെങ്കിലും മരുന്ന് വാങ്ങിക്കാമല്ലോ. അതെനിക്കറിയാം, എന്നാലും ഫോൺ വിളിച്ചൊന്ന് എടുത്തോടെ. അതെങ്ങനെയാ വരെ ഇപ്പൊ വീട്ടുകാരെ ഒന്നും ശ്രദ്ധയില്ലല്ലോ. സിദ്ധോളിയ, മിഠായി മേടിച്ചായിരുന്നോ? അയ്യോ, മറന്നുപോയി. മറക്കും, നീ മറക്കും. സ്വന്തം കൊച്ചിന്റെ കാര്യം പോലും ഓർമ്മയില്ല, പിന്നെയാണ് പാറുവിന്റെ കാര്യം. അല്ലെങ്കിലും വരെ ഇപ്പൊ ഉത്തരവാദിത്തം പറഞ്ഞ സാധനം തീരെ ഇല്ലല്ലോ. അമ്മമ്മേ വാ, ലിസ്റ്റ് ഇടാം. ഞാൻ വരുന്ന അമ്മമ്മേ. പിന്നെ ബട്ടർ മേടിക്കണം കേട്ടോ അമ്മമ്മ. ഞാനും പറഞ്ഞ അല്ല, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഓരോ സാധനം കാണൂല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പാറു വന്നേ. എന്താളിയാ? പാറു, ലച്ചു ചേച്ചി അവിടെ എന്തെടുക്കുക? അത് സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് എഴുതുക. എനിക്ക് വേണ്ട സാധനങ്ങളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ എഴുതി. ഒരു കാര്യം ചെയ്യുവോ? ലച്ചു ചേച്ചിയുടെ അടുത്തേ ഞാൻ വിളിക്കുന്നു പറയാവോ? ഒന്ന് വിളിച്ചോണ്ട് വാ. അതിപ്പോ വിളിക്കാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരുമോന്ന് അറിയത്തില്ല. ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ പാറുവിന്? വിളിക്കാൻ പറ്റുമോ? എന്തുവാ? ലച്ചിങ് വന്നേ. എടാ നീ കാര്യം പറ, എനിക്ക് അവിടെ അടുക്കളയിൽ വേറെ പണിയുണ്ട്. എന്തോന്ന് പണിങ്ങുവാ? ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തുവാ?
ലച്ചു നേരത്തെ എന്താ പറഞ്ഞേ? കല്ലൂസിന്റെ ഒരു കാര്യം ഞാൻ ഓർക്കാറില്ലെന്നോ? പിന്നെ കല്ലൂസിന്റെ എല്ലാ കാര്യം ഇവിടെ നോക്കുന്നു പിന്നെ ആരാടി? ആരാന്ന്? നേരത്തെ അവിടെ വെച്ച് പറഞ്ഞൊന്നും ഓർമ്മയില്ലേ നിനക്ക്? നീ എന്താ അവിടെ വെച്ച് പറഞ്ഞേ? എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നോ? ഉത്തരവാദിത്വം ഇല്ല? നിനക്ക് എപ്പോഴും മനസ്സിലായത് എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്? അതും മനസ്സിലായിട്ട് കുറച്ച് നാളായി. എന്തോ നിനക്ക് മനസ്സിലായത്? നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്. ഞാനേ ദുബായി കിടന്ന് ഉത്തരവാദിത്തം കാണിച്ചുകൊണ്ടാ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റിയതും ഇവിടത്തെയും ഉൾപ്പളത്തെ എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ നീ നോക്കിയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോളും. അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. ലച്ചൂസേ, ഞാൻ പൈസയുടെ കാര്യമല്ല പറഞ്ഞത്. ഞാനും അതല്ല ഉദ്ദേശിച്ചത്. ഈ ദുബായിൽ ഇങ്ങനെ പൈസ അയച്ചു തന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കേശുവിന്റെ കാര്യം, പാറുവിന്റെ കാര്യം, ശിവാനിയുടെ കാര്യം, അമ്മുമ്മയുടെ കാര്യം, കനകാന്റിയുടെ കാര്യം, കല്ലുവിന്റെ കാര്യം, കുഴിപ്പളത്തെ അച്ഛന്റെ അമ്മയുടെയും കാര്യം, ഇവരുടെ എല്ലാവരുടെ കാര്യം ഞാൻ ഒറ്റയ്ക്കല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ലച്ചു മതി, ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ കുറേ സംസാരിക്കാൻ കാണും. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ 2 വാക്കിൽ പറഞ്ഞായിരുന്നു. നിനക്ക് ഉത്തരവാദിത്തം കുറവാണെന്ന്. നിനക്കതങ്ങ് അവിടെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനേ അവരെല്ലാവരും മുന്നിൽ വെച്ചങ്ങും അല്ലാണ്ടായിപ്പോയി. അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറിക്കോളും. ഒറ്റ അവിടെ നന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിനക്ക്. എനിക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ചേച്ചി യെസ്. ചെറുപയർ 1 കിലോ വേണം, 1/2 കിലോ വേണം. ഒരു 50 കിലോ അങ്ങോട്ട് വാങ്ങി വെക്കടാ. എന്തിനല്ലയാ? പെട്ടെന്ന് വന്നിട്ട് മാറ്റാ. പെട്ടെന്നൊന്നും അല്ല, കുറച്ചായി. പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചി അങ്ങോട്ട് ചെല്ലും, ഞാൻ ആളിനോടൊന്ന് സംസാരിക്കട്ടെ. അല്ലയാ, എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കാന്നില്ല. ഇന്ന് പോയാടാണ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടെന്നില്ലേ? പാറു ബാ, ചെറുപയർ 3/4 കിലോ എടുത്താ. ചെറുപയർ 1/2 3/4 എന്തിനല്ലേ എഴുതി? ശരിക്കും നീ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? വഴക്കുണ്ടാക്കാനാ? ലച്ചു, നേരത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, പ്രത്യേകിച്ച് അമ്മൂമ്മയുടെ മുന്നിൽ വെച്ച് ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞില്ലേ? എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് വിചാരിച്ചു കാണും? അവരെന്ത് വിചാരിക്കാനാ? നേരത്തെ നിനക്ക് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉത്തരവാദിത്വം കുറഞ്ഞു എന്ന് വിചാരിക്കും. ഉത്തരവാദിത്തം കുറഞ്ഞൊന്നല്ല, ഉത്തരവാദിത്തം ഇല്ലാന്നല്ലേ നീ അവിടെ പറഞ്ഞത്? എന്റെ ചേട്ടോ നീ ഒന്ന് പോയേ, ചുമ്മാ മനുഷ്യന്റെ തല തിന്നാണ്ട്. ലച്ചു അങ്ങോട്ടേ പോന്നെ, നിന്നേ. തക്കാളി എത്ര വേണം? തക്കാളി 1 കിലോ മേടിച്ചു. ഒന്ന് മതിയോ? 1 കിലോ മേടി. പച്ചമുളകോ? പച്ചമുളക് 250 മേടിയില്ലേ? വേറെന്താ ഉള്ളേ? വേറെ ഇനിയിപ്പോ അത്രയൊക്കെ മതി, വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ 10-12 എഴുതി. ഉപ്പ്? അയ്യോ, ഉപ്പില്ല. സോൾട്ട്. ഉപ്പ് 1 പാക്കറ്റ്. 1 പാക്കറ്റ് കല്ലുപ്പും 1 പാക്കറ്റ് പൊടിയുപ്പും. ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വേറെ ഒന്നും ഇല്ല. കുരുമുളകോ? അയ്യോ, ഒരു നണി പോലും ഇവിടെ ഇരിപ്പിയല്ല. എന്നിട്ട് ഇത്ര നേരം ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും വേണ്ട, ഒന്നും ഇല്ല, എല്ലാം ആയിന്നാണല്ലോ പറയണത്. കുരുമുളക് എന്തോരം വേണം? ഒരു 250 എഴുത്. എന്താ മോനെ, വെള്ളം വല്ലതും വേണോ? ഒന്നും വേണ്ട അമ്മൂമ്മ. എന്തെങ്കിലും else? വേറെ എന്തെങ്കിലും? ഇനിയൊന്നും വേണ്ട. ഉറപ്പാണേ? ഉറപ്പാ. പപ്പടം? പപ്പടം കുറച്ചുകൂടി ഇരിപ്പുണ്ട്. എന്നാലും എഴുതാം. അപ്പോഴേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തൊന്ന് നോക്കി എഴുതി വെക്ക്. ഞാൻ കേശു എന്തെന്ന് നോക്കട്ടെ. കേശുവിനെ കണ്ടായിരുന്നോ മോനെ? അവൻ പുറത്തിരിപ്പുണ്ടല്ലോ. ഞാൻ അവനെ ഒന്ന് പിടിച്ചോണ്ട് വരട്ടെ. ശരി. എഴുതി വെക്കണേ. ലച്ചോ, നീ നേരത്തെ എന്ത് പരിപാടിയാ കാണിച്ചേ? ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് മുഴുവൻ കേൾക്കാതെ നീ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിപാടി നീ കാണിച്ചേ? അത് നീ പറയുന്നത് മുഴുവൻ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി ഇങ്ങ് പോന്നു. താല്പര്യമില്ലെന്നല്ലേ? അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാരും പറയാറുള്ളതാ നിന്റെ വർത്താനം ഒട്ടും ശരിയല്ലെന്ന്. അന്നൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിച്ചു. നീ എന്താ പറഞ്ഞേ? എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ലേ? ഉത്തരവാദിത്വം ഇല്ല എനിക്ക്? ശരിക്കും നിന്റെ പ്രശ്നം എന്താ? രാവിലെ ഒരു പണിയില്ലാത്തത് കൊണ്ടാണ് എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ നടക്കണത്. വെച്ചു, ദുബായി കിടന്ന് എന്റെ ഉത്തരവാദിത്വ ബോധം കണ്ടത് കൊണ്ട് മാത്രമാണ് മാസം എനിക്ക് ശമ്പളം കൂട്ടി തന്നോണ്ടിരുന്നത്. അല്ലാതെ വെറുതെ ചുമ്മാ തന്നോണ്ടിരുന്നല്ല എനിക്ക് ശമ്പളം. അതിന് ജോലിക്കാര്യത്തിൽ നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
ജോലിക്കാർക്ക് നിനക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്വം കുടുംബകാര്യത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ലച്ചുസേ, ലച്ചുസേ, എന്റെ പൊന്നിസേത്ത് നീ ഒന്ന് പോയി ഒന്ന് എഴുതി തീർക്കട്ടെ. നിനക്ക് തറപ്പിച്ച് പറയാൻ പറ്റുമോ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്? തറപ്പിച്ച് പറയാൻ പറ്റുമോ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്? സിത്തു നീ കൈന്ന് വിട്, നീ കൈ വേനെടുക്കുന്നു. നീയാണോ ഈ ഉത്തരവാദിത്തം കണ്ടുപിടിച്ചത്? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. പറ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ സാധനം നീയാണോ കണ്ടുപിടിച്ചേ? എടാ നീ ഉത്തരവാദിത്വം കുറച്ച് കാണിക്കുവാണെങ്കിൽ ഞാൻ ഈ ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറയില്ലല്ലോ. നീ അത് കാണിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ഞാൻ പറയുന്നത്. നീ കൈന്ന് വിട്. നോക്കൂ, ഞാൻ കുഴിപ്പുറത്ത് അച്ഛൻ്റെ അമ്മ അടുത്തും പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുക്കുന്നു? നീ എന്നെ കൈ കയറി പിടിച്ചെന്നു. അതിന് കൈ കയറി പിടിച്ചാലേ ഉള്ളൂ. എന്റെ സിത്തു നീ ഒന്ന് പോയി, ഞാൻ ഈ ലിസ്റ്റ് ഒന്ന് എഴുതി തീർക്കട്ടെ. എന്റെ പൊന്നിൽ വെച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് എഴുതണേ? അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിട്ടാ. എന്തെങ്കിലും ഞം കഴിക്കണോ, ഞം കഴിക്കണമെങ്കിൽ ലിസ്റ്റ് എഴുതി കൊടുക്കണോ? ലിസ്റ്റ് എഴുതി കൊടുത്താലല്ലേ സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പറയുന്നത് നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്. നീ ഒരിക്കൽ കൂടെ പറ, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഉത്തരവാദിത്വം ഇല്ല? ഇല്ല അമ്മ, ഇല്ല. ഇല്ല. Are you sure? Yes, I'm very sure. ഉത്തരവാദിത്വം ഇല്ലെന്നല്ലേ? ഉത്തരവാദിത്വം ഇല്ലല്ലോ അല്ലേ എനിക്ക്? ഇല്ല. അയ്യേ, ഇതെന്തൊരു നാടകമാണ് സിദ്ധു. പോയാ ഒരു കാര്യമില്ലായിരുന്നു. നല്ല വേദന എടുക്കണം. ലച്ചോ, എന്തുവാടാ നീ സിദ്ധുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തോ ഒരു പ്രശ്നമല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട് അമ്മൂമ്മ. ചിലപ്പോ ഒന്നും കാണൂലേ. അല്ലടാ, എന്തോ കാര്യമായിട്ടുണ്ട്. ഞാൻ മുമ്പേ അടുക്കളയിൽ നിൽക്കുമായിരുന്നു. അവിടെ ഞാൻ തിരിച്ചിറങ്ങിപ്പോരുന്നു. പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് ചെന്നപ്പം രണ്ടുപേരൂടെ ഭയങ്കര വഴക്കടാ. ഞാൻ പിന്നെ അങ്ങോട്ട് കയറിയില്ല, ഞാൻ ഇറങ്ങിപ്പോരുന്നു. അവര് തമ്മിലുള്ള കുടുംബ പ്രശ്നമായിരിക്കും, അവര് തീർക്കട്ടെ. നീയേ ആവശ്യമില്ല ഒന്നിലും ഇടപെടാൻ പോവല്ലേ. ഞാനൊന്നും ഇടപെടാൻ പോണില്ല. അമ്മൂമ്മ ആവശ്യമില്ല ഒന്നും ചെന്ന് പറയായിരിക്കും. ഞാനൊന്നും പറയത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ മോന്ത ഇത്രയുണ്ടോ. ചേച്ചിയുടെ എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അടുക്കളയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പോയി ലിസ്റ്റ് സാവധാനം മേടിച്ചോണ്ട് വരാം. കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരണേ. തലയാട്ടിയാ പറ്റത്തില്ല, വാങ്ങിച്ചോണ്ട് വരണം. പോകാം. ഇല്ലെങ്കിൽ നാളെ മുതൽ പട്ടിണി ആയിരിക്കും, അത്രേ ഉള്ളൂ. ആ എന്ത് പറ്റി രാമൻകുട്ടി? ഒറ്റ സെക്കൻഡ് എടാ. അപ്പൊ നിനക്ക് തിരിച്ചു വിളിക്കാനൊക്കെ അറിയാല്ലേ? എങ്ങനെ? എന്താടാ സിദ്ധുന്നാ? എടാ, നിന്റെ കെയർ ഓഫിലല്ലേ ഞാൻ കഴിഞ്ഞ മാസം അവന് പൈസ കടം കൊടുത്തത്? എടാ, നിന്റെ ഉത്തരവാദിത്വം അല്ലേടാ അതെനിക്ക് തിരിച്ചു മേടിച്ചു തരിക എന്നുള്ളത്? ഇതിപ്പോ എത്ര നാളായി? മര്യാദക്ക് അവനായിട്ട് സംസാരിച്ച് എന്റെ പൈസ തിരിച്ചു മേടിച്ചു തന്നില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. നീ അവനോട് സംസാരിച്ച് എന്നെ പെട്ടെന്ന് വിളിക്കും. ഇല്ലെങ്കിൽ വിഷയമാ. എന്താ? എന്റെടാ, ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫില് വേറൊരു ഫ്രണ്ടിന് ഞാൻ കുറച്ച് പൈസ കടം കൊടുത്തു. ഇപ്പൊ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, പൈസയും ഇല്ല. എടാ, ഞാനൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യും. എന്നിട്ട് ഇപ്പൊ എല്ലാരും കൂടെ പറഞ്ഞ് എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്. അങ്ങനെ ആര് പറഞ്ഞു? എന്നെ കുറിച്ച് എല്ലാവർക്കും എന്ത് വേണം പറയാലോടാ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെയല്ല, നിന്നെ അച്ഛൻ വിളിച്ചിട്ട് എന്നാ ഫോൺ എടുക്കാഞ്ഞ്? ഞാനൊരു അർജന്റ് കോളായിരുന്നു. അളിയന്റെ ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് കാശ് കൊടുത്ത് അങ്ങനെ ആ കാശ് തിരിച്ചു കിട്ടിയില്ല. തോന്നിയ പോലെ പൈസയൊക്കെ കൊടുക്കുമല്ലേ, അതെങ്ങനെയാ? ഉത്തരവാദിത്തം വേണം, അതില്ലല്ലോ. അതെ, പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, ഞാൻ അങ്ങോട്ടെല്ലാം പോകണം.
നീ അച്ഛനെ തിരിച്ചു വിളിക്കണല്ലേ? ആ ഞാൻ തോന്നുമ്പോ ഞാൻ വിളിച്ചോളാം. എടാ വിളിക്കടാ, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചായിരുന്നെങ്കിലോ? എന്റെ അച്ഛനല്ലേ, ഞാൻ തോന്നുമ്പോ വിളിച്ചോളാം. അതെന്റെ ഉത്തരവാദിത്വം, എനിക്കറിയാൻ ചെയ്യാൻ. പറടാ, എങ്ങനെ ഇനി ഒരാഴ്ചയോ? നടക്കത്തില്ല വിനീതേ, നടക്കത്തില്ല. അവനിപ്പോ എവിടെ ഉണ്ട്? വൈറ്റിലല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈറ്റിലോട്ട് വരാം. അല്ല, കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാമല്ലോ. ആ നേരിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പൊ ഇറങ്ങും അങ്ങോട്ട്. പൈസ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, ഞാൻ വരുവാ. ആ നീ വയറ്റിലേക്ക് പോകണോ? എനിക്കെന്താ വയറ്റിലേക്ക് വെക്കൂടെ? നീ എന്താന്ന് വെച്ചാൽ നിന്റെ കാര്യം പോയി നോക്ക്. ഞാൻ എവിടാന്ന് വെച്ചാൽ പോയിട്ട് ഞാൻ പയ്യെ എപ്പോഴാന്ന് വെച്ചാൽ വന്നോളൂ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, തോന്നിയ പോലെ എപ്പോഴാന്ന് വെച്ചാൽ കയറി വന്നാൽ മതിയല്ലോ. അതെങ്ങനെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനമില്ല, പിന്നെ എങ്ങനെ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പോയിട്ട് വരുന്നവരെ എന്നെ ചുമ്മാ കടന്ന് വിളിച്ചോണ്ടിരിക്കരുത്. എപ്പോഴാ വരിക, എപ്പോഴാ എത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്കറിയാം ഞാൻ ഇല്ലാ കൊഞ്ഞൊന്നും അല്ല. എനിക്ക് തോന്നുമ്പോ ഞാൻ കയറി വരും. ഇല്ല കുഞ്ഞല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിന്റെ ഭാര്യയാണ്. നീ എവിടെയെങ്കിലും പോയിട്ട് കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ നീ എവിടെയാന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ ഉത്തരവാദിത്തം കറക്റ്റ് ചെയ്തിരിക്കും. നീ എന്തേലും പോയി ചെയ്യും. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ പോകേണ്ടി വരും. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ പോയി ചെയ്യാൻ. അല്ല, ഞാൻ നിന്റെ അച്ഛനായിട്ട് സംസാരിച്ചപ്പോ ഞങ്ങള് വേറൊരു കാര്യം പ്ലാൻ ചെയ്തായിരുന്നു. നിന്നെയും കൂട്ടി കുഴിപ്പളത്ത് പോവാന്ന്. ആ ഞാൻ കുഴിപ്പളത്തേക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പോക്കണം കുഴിപ്പളത്തേക്ക്. വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പൊക്കോ. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയെങ്കിലും ശരി, അപ്പൊ നിനക്ക് നിന്റെ വീട്ടുകാരെ കാണണ്ടേ? ആ ഞാൻ കണ്ടോളാം, അതെന്റെ ഉത്തരവാദിത്തമല്ലേ, അത് ഞാൻ തന്നെ പോയി കണ്ടോളാം. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാലോ. വേണ്ട. വേണ്ട? അതെങ്ങനെയാ? വീട്ടുകാരുടെ കാര്യത്തിലും യാതൊരു ഉത്തരവാദിത്തം ഇല്ല. എന്താന്ന് വെച്ചാ കാണിക്കും. അളിയാ, അളിയാ, എന്തല്ലേ നീ വന്നേ. എന്തല്ലേ? ആ ഓ ആ ഞാനേ ഒന്ന് പുറത്തേക്ക് പോവാ. എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. പുറത്തൊരു ഉറക്കം പറയേണ്ട വരും, വർക്ക് ഏരിയ നിൽക്കുകയാണ്. എന്റെ ഒരു പഴയ ഫ്രണ്ടേ, കുറെ നാളുകൾക്ക് ശേഷം അവൻ കൊച്ചി വന്നിട്ടുണ്ട്. അവനെ എനിക്കൊന്ന് പോയി കാണണം. ആണോ? എന്തിനാളിയാ? കാണേണ്ട കാര്യമുണ്ടാ. അവനായിട്ടെ കുറച്ചേരം ഇരുന്ന് സംസാരിക്കണം. അവനായിട്ടൊന്ന് ഇരിക്കണം. ഈ ഇരിക്കണോന്ന് പറയുമ്പോ അതൊക്കെ ഉണ്ട്. എടാ ഓ പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നില്ല കേട്ടാ. വേറൊന്നും അല്ല, രാത്രി വല്ല ഊതിപ്പിലുണ്ടോ ഇനി വയ്യ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. ഞാനേ ഓട്ടോ വിളിച്ച് വന്നോളാം. പിന്നെ വരാൻ നല്ല രീതിക്ക് ലേറ്റ് ആവും. 10 മണിയാകുമ്പോ ഇവിടെ കഥ കടയ്ക്കും. 10 മണിയാകുമ്പോ കഥ അടയ്ക്കാൻ ഇതെന്താ ഹോസ്റ്റലാ? ഞാനേ വേണമെങ്കിൽ അവിടെ റൂം എടുത്ത് കിടക്കും ഹോട്ടലില്, കേട്ടാ. മോനിതെവിടെ പോവാ? അമ്മമ്മ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവനെ ഒന്ന് പോയി കാണണം. ഇവിടെ പിന്നെ ഉത്തരവാദിത്തമുള്ള ലക്ഷ്യം ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പൊ എനിക്ക് കുറച്ച് ഫ്രീ ആവാമല്ലോ. പിന്നെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. മക്കള് പോയിട്ട് വാ, ഉച്ചയുണ്ടല്ലോ ഇവിടെ. അളിയാ വേണേ അളിയോട് വരാം. വേണ്ട, വെറുതെ എന്റെ വാലേ തൂങ്ങി നടന്നിട്ടേ നീയും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനെ വളരണ്ട. നീ നല്ല ഉത്തരവാദിത്വം ഉള്ളവനായിട്ട് വളരും, കേട്ടാ. ഓ അമ്മമ്മ അതേക്ക് ഞാൻ ഇപ്പൊ വരാം. എന്താ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശം കാണും. അതൊന്നും നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പോണു. കൂട്ടുകാരുടെ അടുത്ത് ചില്ല് ചെയ്യാൻ പോവായിരിക്കും അല്ലേ? എന്താണെങ്കിലും എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തെന്നുള്ള പേര് വീണല്ലോ. എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ആളിയാ, ഞാൻ ഇറങ്ങടാ. തണുക്കത്ത സോഡ. ആ ടച്ചിങ് എന്തെങ്കിലും പറഞ്ഞു വെച്ചോ. ആ ഞാൻ ഇറങ്ങാം. ഓ, അപ്പൊ കഴിക്കാനുള്ള മൈൻഡിലാണ്. ആ കഴിക്കാനുള്ള മൈൻഡില്ല. ചുമ്മാ ആരാണേ ചേച്ചി? അല്ലെ ചുമ്മാ അച്ഛനാ പറഞ്ഞ അതൊന്നും കഴിക്കത്തൊന്നുമില്ല. ഞാനൊന്നും ആവശ്യമില്ല പറഞ്ഞേ. ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ കഴിക്കും. നിനക്കെന്താടാ? അല്ല സംഭവമൊക്കെ ശരിയാണ്. നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. കുറെ നേരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇടപെടാൻ പാടില്ലെന്നും അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഇടപെടുന്നേ ഉള്ളൂ. അല്ലയാ? കേറിപ്പോ. ഓ കേറി പോവാൻ. ശരി, പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനിന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞേക്ക്, നീ ഇന്ന് പോകണ്ട. ഒന്നാമത്
നിന്റെ മൂടൊക്കെ മാറി നിന്റെ മൈൻഡൊക്കെ വേറെ എന്തോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞേക്കൊന്നും ഇപ്പൊ പോകണ്ട. എന്റെ മൈൻഡൊക്കെ മാറ്റിയതാരാ? എന്റെ മൈൻഡൊക്കെ മാറ്റിയതാരാ? നീയല്ലേ? അല്ലേ? അപ്പൊ നീ ഇന്ന് കഴിക്കാൻ പോകും? ഞാൻ കഴിക്കും. കഴിക്കും? കഴിക്കും. ഉറപ്പായിട്ടും കഴിക്കും? കഴിക്കും. ശരിക്കും കഴിക്കും? കഴിക്കുന്നല്ലേ പറഞ്ഞേ? വെച്ചു. അറിയാതെ പറ്റിപ്പോയതാ. സോറി. വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല. വെച്ചു. വെച്ചൂസേ. ഞാൻ നിനക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയ. ഞാൻ ഈ കൈ കൊണ്ട് എനിക്ക് വേണ്ട. വെച്ചു. വെച്ചൂസേ. നീ മനഃപൂർവ്വം ഇത് ചെയ്തില്ലെന്ന് എനിക്കറിയാം. പോട്ടെ, അറിയാണ്ട് പറ്റിപ്പോയല്ലേ. വെച്ചൂസേ, കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്റെ ഭാഗത്തുവേ കുറേ തെറ്റുകളുണ്ട്. ഐ ആം സോറി കേട്ടോ. സോറി. മനഃപൂർവ്വം തന്നെയല്ലല്ലോ.